രേണു സുധി ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുകയാണ്. പൊട്ടം കളിച്ചവര് പോകേണ്ട ഷോ അല്ല ബിഗ് ബോസ്. രേണു സുധി പോയി, അലിൻ ജോസ് പോയില്ല. അലിൻ ജോസ് ബിഗ് ബോസിന്റെ സീസൺ 7 തുടങ്ങി അറിഞ്ഞായിരുന്നോ? അലിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണല്ലോ രേണു സുധി. അപ്പം രേണു സുധി ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം രേണു സുധി എനിക്ക് തോന്നുന്നല്ല, സത്യമെന്ന് പറയുന്നത് അലിൻ ജോസ് വന്നതിന് ശേഷം ഒരുപാട് താമസിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളാണല്ലോ രേണു സുധി. അതിലൊരു അസൂയുണ്ട്, പുള്ളി കയറിയൊരു അസൂയുണ്ട്, പക്ഷെ സന്തോഷമുണ്ട് അതിലും. അപ്പം രേണു സുധി പോയി, അലിൻ ജോസ് പോയില്ല. അങ്ങനെ വാർത്ത വന്നില്ലേ? അലിൻ ജോസ് പോയില്ല. അപ്പം അതിന് വിളിച്ചില്ല എന്ന് ഞാൻ പറയുന്നത്, എന്നെ ബേസിക്കലി ഓഡീഷൻ ഞാൻ ചെയ്തതാ ബിഗ് ബോസിന്റെ. ഏഷ്യാനെറ്റിൽ പോയി ഞാൻ ചെയ്തതാ. ഇപ്പൊ പറയണമല്ലോ, ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇത് ഷോ തുടങ്ങിയല്ലോ. അപ്പോൾ എന്തായാലും എന്നെ പിന്നെ അതിന്റെ ഒരു റിട്ടേൺ ആയിട്ട് ഒരു മറുപടി ഒന്നും വന്നില്ല. മറുപടിയും ബാക്കിയുള്ളവരെ അറിയിക്കാന്നുകൊണ്ട് പിന്നെ ഒന്നും അറിയിച്ചില്ല. അപ്പം ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നമുക്ക് അലിൻ ജോസിനെ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കാം. അവര് വിളിച്ചു കഴിഞ്ഞാൽ അവര് ബേസിക്കലി നമ്മളെ ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് അവരെ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പൊ അവര് വിളിച്ചു കഴിഞ്ഞാൽ പോകാം. അല്ലാണ്ട് നമുക്കൊന്നും പ്രാക്ടിക്കലി പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും പോകുമെന്ന് പറയുമ്പോ എന്നോട് മെസ്സഞ്ചറിലും വാട്സാപ്പ് പോയി ബിഗ് ബോസിൽ പോയില്ലേ, ഇത്ര പൊട്ടം കളിച്ചിട്ട് ബിഗ് ബോസിൽ പോയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പൊട്ടം കളിച്ചവര് പോകേണ്ട ഷോ അല്ല ബിഗ് ബോസ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ രേണു സുധിയോടെ പോകേണ്ട കാര്യമുണ്ടോ? അതല്ല, ഇപ്പൊ രേണു സുധി പൊട്ടത്തരം ചിലതൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേരെന്ന് പറഞ്ഞ വർക്ക് നല്ല രീതിയിൽ വർക്കായിരുന്നു. പിന്നെ കുറച്ച് കാണാമുല്ല എന്ന് പറഞ്ഞ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അത് ക്വാളിറ്റി ആയിട്ടുള്ള വർക്കുകൾ കൂടി കണ്ടിട്ടുണ്ടായിരിക്കും. അത് അത്യാവശ്യം ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളുടെ ന്യൂസ് ചാനലിൽ വേരിന്റെ വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലാണ്ട് ഇത് മൊട്ടത്തരം മാത്രം കണ്ടിട്ടോ ആയിരിക്കൂല. നമ്മളെ ഇപ്പോ ഞാൻ മീനൂസ് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ ബിഗ് ബോസിലേക്കും ക്ഷണിച്ചത്. അപ്പൊ അതുകൊണ്ട് എല്ലാം നിരീക്ഷിക്കുമല്ലോ. ബാഡ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ബിഗ് ബോസിലേക്കുള്ള വിളി വന്നത്. അപ്പൊ ഇത്രയും നാള് ബാഡ് ബോയ്സ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മള് വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ വിളിച്ചില്ല. നമ്മളെല്ലാരും ലോകം മൊത്തം നമ്മളെ ഒരേപോലെ കാണുമ്പോഴാണല്ലോ, ഒരേപോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെയിം ഉപയോഗിക്കുന്നതായിരിക്കാം, പക്ഷെ എല്ലാരും അത് ആ ഫെയിമിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ടേക്ക് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ്, സിനിമ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ബിസിനസ്. അപ്പൊ അതിലേക്ക് ആഡ് ആകുന്നുണ്ട്. ഇപ്പൊ ബാഡ് ബോയ്സിന്റെ പടം ഇപ്പൊ ഓണത്തിന് പ്രീമിയർ എന്ന് പറഞ്ഞ് ന്യൂസ് കിട്ടും. സത്യം അറിയില്ല, വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോഴേ ഈ ബിഗ് ബോസില് അലിൻ ജോസിന്റെ അത്രയും കഴിവില്ലാത്തവർ ആരെങ്കിലും കയറി എന്നുള്ള ഒരു തോന്നൽ അലിൻ ജോസ് ഉണ്ടോ? കഴിവില്ലായ്മയല്ല, റീച്ച് വലിയ രീതിയിൽ ഫോക്കസ് ആകാത്ത പലരും ഉണ്ട്. ആരായിരിക്കും? പല സീരിയൽ താരങ്ങളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മളോട് വരില്ല എന്ന് പറഞ്ഞ്, നമ്മളോടല്ല മീഡിയയോട് ഷൗട്ട് ചെയ്ത ആൾക്കാരാ. ബിഗ് ബോസിലേക്ക് ഞാൻ ജന്മത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. കാരണം നമ്മള് ബിഗ് ബോസിനെ ആക്ഷേപിച്ച് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ കയറി എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അഖിൽമാരും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ആണല്ലേ? അതെ. പക്ഷെ എന്തായാലും മോഡ് ഓഫ് വേ എന്തായാലും കുറച്ചുകൂടിയൊക്കെ സീരിയസ്. കാരണം നമ്മളാണ് അങ്ങനത്തെ ചെയ്തെങ്കിൽ നമ്മളെ ഒരിക്കലും വിളിക്കത്തില്ലായിരുന്നു, മനസ്സിലായി? പക്ഷെ അവരെ വിളിച്ചു അവിടെ ഒരു മാനറിസം. പക്ഷെ അപ്പോൾ ചില ആൾക്കാർ പറയണ്ട, അനിമോള് ഫോട്ടോ എടുത്തിട്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം റീസൺ. അനിമോള് ചിലപ്പോൾ മീഡിയ വഴി അറിഞ്ഞാട്ടെ, നമ്മൾ നേരത്തെ അറിഞ്ഞില്ല, പക്ഷെ മീഡിയ വഴി ഒരു ടോക്കാണ്. അനിമോള് ഇങ്ങനെ ടോക്ക് ഇട്ടു, അലിൻ ജോസ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകില്ല. അപ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടായിരിക്കാം, അറിയില്ല. പക്ഷെ ഒരു ടോക്ക് വന്നു, അനിമോള് വന്നോണ്ടാണ് ഞാൻ പറഞ്ഞു. അവസാന നിമിഷം വരെ പോകില്ല എന്ന് പറഞ്ഞാൽ പെരേര ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ടോക്ക്. നമ്മളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പല ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തു പറയണമെന്ന് ചിലപ്പോൾ തനിക്കും തോന്നാം.